സെവൻ ഡേയ്സ് സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിൽ ഇന്ന് 3ാമത്തെ ദിവസമാണ്. നമ്മുടെ മുന്നിൽ വെറും 5 ദിവസമാണുള്ളത്. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഫോളോ ആക്കുക. കഴിഞ്ഞ 2 വീഡിയോ കാണാത്തവർ അതെന്തായാലും പോയി കാണുക. അതിലെ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ പുറമെ ഫേസ് പാക്ക് ഒക്കെ ഇടുന്നത് നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉള്ളിലേക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും വെള്ളവും ഒക്കെ എത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ഉള്ളിൽ നിന്നുള്ള ഒരു ഗ്ലോവും കൂടെ വരുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കംപ്ലീറ്റ് ഗ്ലോ നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് 3 ടിപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉള്ളിൽ നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത്, നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വെളിച്ചം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ മെൻ്റൽ ഹെൽത്തിന് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ കേട്ടോ. അപ്പോൾ പിന്നെ 2ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കുക. ഇപ്പോൾ മഴക്കാലമാണ്, വെള്ളമൊന്നും വേണ്ടി വരില്ല. എന്നാൽ വാട്ടർ കണ്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ജ്യൂസുകളും വെള്ളമൊക്കെ മാക്സിമം നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അത്ര വെള്ളം നമ്മൾ കുടിച്ചിരിക്കണം. നമ്പർ 3 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്കൊരു മിറാക്കിൾ ജ്യൂസ് പറഞ്ഞു തരാൻ പോവുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഷ് ഗാർഡ് ജ്യൂസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ എന്താ എനിക്കറിയില്ല. അപ്പം ആഷ് ഗാർഡ് ജ്യൂസ് നമ്മുടെ ശരീരത്തിലുള്ള, നമ്മൾക്ക് ദഹിക്കാണ്ടൊക്കെ കിടക്കുന്ന മാലിന്യമൊക്കെ പുറന്തള്ളാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഒരു ഡീടോക്സിഫൈങ് ജ്യൂസാണ് ഈ ആഷ് ഗാർഡ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ. അതിന് കുമ്പളങ്ങ എന്ന് പറയും, അല്ലെങ്കിൽ വൈറ്റ് കുക്കുംബർ എന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇത് എന്താണ്, അതിൻ്റെ പുറം തൊലി ചെത്തിക്കളയുക, അതിൻ്റെ ഉള്ളിലെ സീഡ്സ് ഒക്കെ കളയുക, അതിൻ്റെ ഒരു വൈറ്റ് കളർ പോർഷൻ മിക്സിയിലിട്ട് നല്ലോണം അടിച്ചെടുക്കുക. അത് എന്താണ്, അതിൽ ഫുൾ വാട്ടർ കണ്ടന്റ് ആണുള്ളത്. അപ്പോൾ അതൊരു ഗ്ലാസ് കുടിക്കുക രാവിലെ. പിന്നെ ഈ ആസ്മ, സ്നീസിങ് അങ്ങനത്തെ ശ്വാസമുട്ടുപരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ ഇത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഒരു ഡീടോക്സിഫൈയിങ് ജ്യൂസാണ്, മിറാക്കിൾ ജ്യൂസാണ്. ഇതിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി ജ്യൂസാണ്. ജ്യൂസല്ല, ഇതിന് പകരം മറ്റൊരു ഓപ്ഷനാണ് ഇതിൻ്റെ. അതായത് ഇത് കുടിക്കാൻ പറ്റാത്തവർക്ക്, ഇത് ഇഷ്ടമില്ലാത്തവർക്ക് എന്താണ്, നമ്മുടെ ഇളനീരിൻ്റെ വെള്ളം ഇത് രാവിലെ കുടിക്കണം കേട്ടോ. ഇളനീർ വെള്ളം രാവിലെ കുടിക്കുക. അപ്പോൾ നമ്മുടെ വയറ് നല്ല ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ നമ്മുടെ ബോഡി ഹെൽത്തി ആവുള്ളൂ, നമ്മുടെ സ്കിന്നും ഹെൽത്തി ആവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വയറിനെ ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ്, ഈ ആഷ് ഗാർഡ് ജ്യൂസ് ഡെയിലി രാവിലെ വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ആഷ് ഗാർഡ് ജ്യൂസിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ഈ 3 ടിപ്പാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ഫോളോ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഡേ 3 നമ്മൾ ചെയ്യാൻ പോകുന്ന ഫേസ് പാക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം തന്നെ ലിപ്പ് ഒന്ന് സ്ക്രബ് ചെയ്യണം. നമ്മുടെ ചുണ്ടിന് നല്ല നിറം വന്നാലേ നമ്മുടെ ഫേസിന് നിറം വരുള്ളൂ. നമുക്ക് ലിപ്സ്റ്റിക് ഇടുന്നവർക്കറിയാം, അത്രയും ഡള്ളായി കിടക്കുന്ന ഫേസിൽ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആ ഒരു ഫേസ് ഗ്ലോ വരും അല്ലേ. അപ്പം അതുപോലെ തന്നെ എന്താണ്, ഈ ചുണ്ട് നല്ലോണം റബ്ബ് ചെയ്യോ, അല്ലെങ്കിൽ ചുണ്ടിന് നല്ലൊരു നിറം വന്നാലേ നമ്മുടെ മുഖത്ത് ആ ഒരു നിറം വരുള്ളൂ. അപ്പം ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമുക്കൊരു ലിപ് സ്ക്രബ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഡെഡ് സ്കിന്നൊക്കെ കളയാം. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് എന്താണ്, നല്ലൊരു സ്ക്രബ് കാണിച്ചു തരാം. വെള്ളം ചേർക്കാണ്ട് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കുക. കുറച്ച് മതിയാവും തേങ്ങാപ്പാൽ. അതിലേക്ക് ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇടുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് കോഫി പൗഡറാണോ ഉള്ളത് അതന്നെ ഉപയോഗിക്കുക കേട്ടോ. ഇൻസ്റ്റൻറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പം കോഫി പൗഡർ ഇട്ടു. പിന്നെ അതിലേക്ക് 1 സ്പൂണ് പഞ്ചസാരയും ഇടുക. ഇതാണ് നമ്മുടെ ലിപ് സ്ക്രബ്. ഇതിപ്പം എന്താണ്, ഞാൻ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞു, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇതൊന്ന് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. കാരണം ആ പഞ്ചസാര കുറച്ചൊന്ന് അലിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. അപ്പോൾ ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിരിക്കുന്നതായിരിക്കും നന്നാവുക. നമുക്ക് ആദ്യം തന്നെ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഫേസ് മാസ്ക് ഇടാം. തേങ്ങാപ്പാലും കാപ്പിപ്പൊടിയും ചേർന്നുള്ള മിക്സ് ഉണ്ടല്ലോ, നിങ്ങൾക്കത് പഞ്ചസാര ഇടാതെ നിങ്ങൾക്ക് ഫേസിലിടാം കേട്ടോ. പഞ്ചസാര സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ പഞ്ചസാര ഇട്ടാൽ മതിയല്ലോ. അയ്യേ കഴിക്കുന്നു. സർക്കുലർ മോഷനിൽ റബ് ചെയ്ത് കൊടുക്കട്ടോ.
കാപ്പി കുടിച്ച പോലെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ലിപ്പ് നല്ല സ്ക്രബൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് നമ്മുടെ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഇതാ ഒരു പൊട്ടറ്റോ എടുക്കുക. പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഈ പരിപ്പിനെ എല്ലാവർക്കും അറിയില്ലേ? അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാണ്. ഇതിൻ്റെ പേര് മസൂർ ഡാൽ എന്നാണ്. ഇത് സൂപ്പർ മാർക്കറ്റും നമ്മുടെ പലചരക്ക് കടകളിലൊക്കെ ഇപ്പം കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് പൊതിർത്തിയതാണ്. ശരിക്കും ഒരു 4-5 മണിക്കൂർ പൊതിർത്തിയാൽ തന്നെ ഇത് നല്ലോണം കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. അതും മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ പൊട്ടറ്റോ അരച്ച് വെച്ചതില്ലേ, അതിൻ്റെ മുകൾ ഭാഗം കുറച്ച് വെള്ളം അങ്ങനെ ഊറി വരും. ആ വെള്ളം കളഞ്ഞിട്ട് ഉള്ളിലുള്ള വൈറ്റ് കളറുള്ള പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഈ പരിപ്പ് അരിച്ചതിലേക്ക് ചേർക്കുക. എന്നിട്ട് രണ്ടും കൂടെ നല്ലോണം ഇളക്കി നല്ലോണം യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫേസ് മാസ്ക് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. വെറും 2 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ എടുത്തേക്കുന്നത്. രണ്ടും നമ്മുടെ ഫേസിന് അടിപൊളി ഒരുപാട് ഗുണങ്ങൾ തരുന്ന 2 ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത്. ഇത് രണ്ടും നമ്മുടെ കണ്ണിന് ചുറ്റും തേക്കുകയാണ്. കണ്ണിന് ചുറ്റിലുള്ള ഈ കറുപ്പ് മാറാനും അതുപോലെ പലയിടത്തായിട്ടുള്ള ആ ഒരു ഡിസ്കളറേഷൻ, പിഗ്മെന്റേഷൻ, ഫേസ് ഒന്ന് നല്ല സ്മൂത്ത് ആവാൻ, ബ്രൈറ്റ് ആവാൻ, നല്ല ഹെൽത്തി ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറാനൊക്കെ ഇത് സഹായിക്കും കേട്ടോ. ഇതിൽ ഞാൻ വേറെ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല. കാരണം നമ്മുടെ പൊട്ടറ്റോയിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവുമല്ലോ ഒരു സ്റ്റാർച്ചിൽ. അപ്പം ഇത് അരക്കുകയാണെങ്കിൽ ഞാൻ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചത്. നിങ്ങൾക്ക് കൂടുതൽ ഡ്രൈ ആയിട്ടാണ് കിട്ടിയതെങ്കിൽ പിന്നെ ഇതിൻ്റെ ഈ പരിപ്പിൻ്റെ പൊടി നമുക്ക് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും അപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും ചേർക്കണം, പാലോ തൈരോ അങ്ങനെ എന്തെങ്കിലും പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് പൊടിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ കുതിർത്തിട്ട് തേക്കാവുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. കട്ടിയിലിടണമെങ്കിൽ കട്ടിയിലിടാം. അണ്ടർ ഐ ഡാർക്ക്നെസ് നല്ലപോലെ കുറയ്ക്കും കേട്ടോ. കാരണം ഈ പൊട്ടറ്റോ അണ്ടർ ഐ ഡാർക്ക്നെസ് നല്ല രീതിക്ക് കുറയ്ക്കും. അത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുകളിൽ വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ ഹെൽപ്പ് ചെയ്യും. കഴുത്തിന് ചുറ്റിലും അതുപോലെ കാൽമുട്ടിലും കൈമുട്ടിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പുണ്ടല്ലോ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് തേക്കട്ടോ. അങ്ങനെ ചെയ്യുമ്പം ഇതിൻ്റെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് നിങ്ങൾ ഇടുമ്പോൾ കുറച്ചും കൂടെ ബെനിഫിറ്റ് കിട്ടും കേട്ടോ. കാരണം അത് കറുപ്പ് മാറാനല്ലേ, അപ്പം നല്ല കറുപ്പ് ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടപ്പൊടിയോ ചേർത്തിട്ട് നിങ്ങൾക്ക് തേക്കാവുന്നതാണ് കേട്ടോ. കുറച്ച് സ്ക്രബി ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ അടുപ്പിച്ച് എന്തെങ്കിലും ഫേസ് മാസ്ക് ഒക്കെ ഇടുമ്പോൾ അതുപോലെ ഭയങ്കര സ്കിന്നിന് ആ ഒരു ബ്രീത്ത് ചെയ്യാൻ പറ്റിയതും സ്കിന്നിന് നല്ല കൂളിങ് കൊടുക്കുന്നതൊക്കെ ആയിട്ടുള്ള ഫേസ് മാസ്കുകൾ ഇടുക. കണ്ണിന് ചുറ്റും നല്ലോണം ഇടുക. ചുണ്ടിലിട്ടെങ്കിൽ പിന്നെ മിണ്ടാനാവില്ലല്ലോ, അതാ ഞാൻ ലാസ്റ്റ് ഇടുന്നു കേട്ടോ. ഓക്കെ, അപ്പം ഇനി ഞാനിത് ഇത് ഉണങ്ങാൻ ചിലപ്പം കുറച്ച് ടൈം എടുക്കും. ഇന്നലത്തെ പോലെ കുറച്ച് ടൈം എടുക്കുമായിരിക്കും. അപ്പം ഞാൻ ഉണക്കിയിട്ട് വരാം. അപ്പോൾ ഫേസ് നല്ല ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പുറമെ ഇങ്ങനെ നിൽക്കുന്ന അധികം തേച്ചത് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഫുള്ള് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. വൈപ്പ് ചെയ്യാം. ചെറുതായിട്ടൊന്നിങ്ങനെ സ്ക്രബ് എന്നൊന്നും പറയാൻ പറ്റൂല, ഒരു മസാജ്. അതായത് ഇത് നല്ലോണം അബ്സോർബ് ആയിട്ടുണ്ടാവും. നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത്
അതെന്താണ് കുറച്ചും കൂടെ ഒന്ന് ഉള്ളോട്ട് അബ്സോർബ് ആവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്യാൻ ഇതിൽ അങ്ങനത്തെ റഫായിട്ടുള്ള ഒന്നുമില്ല, ഒക്കെ നല്ല ക്രീമി പരുവത്തിലാണുള്ളത്. അപ്പം അത് സ്കിപ്പ് ചെയ്ത് 2 എണ്ണം എന്തായാലും നിങ്ങളെ ഫേസിന് ഇടണം കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആവും, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഫേസ്, ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സോഫ്റ്റ് മാത്രമല്ല നല്ലൊരു തെളിച്ചം വന്നിട്ടുണ്ട് ഫേസിൽ. അത് ഞാൻ കഴുത്തൊക്കെ ഒന്നുകൂടെ കഴുകിയിട്ട് കാണിച്ചു തരാം. ഏത് ഫേസ് മാസ്ക് ഇട്ടാലും അവസാനം എന്താണ് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ കൊണ്ട് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എല്ലാം പറഞ്ഞതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഞാൻ പറഞ്ഞു തന്ന 3 ടിപ്സും ഫോളോ ചെയ്യുക. കൂടെ ഈ ഫേസ് മാസ്കും അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പം നമുക്കിനി നാളെ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്താണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.